ശ്രീ സായി സച്ചരിതം ഹേമത് പന്ത് വിവർത്തനം സായിദാസ്. അധ്യായം 40. അപൂർവ അതിഥി. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതി ദേവിക്കും ശ്രീ ഗുരു മഹാരാജനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയൻ്റെ പ്രണാമം. തന്നിൽ ശരണാഗതി തേടിയവർക്ക് സായീശ്വരൻ പ്രാപഞ്ചികവും ആത്മീയവുമായ കാര്യങ്ങളിൽ ഉപദേശം നൽകി അവരെ പരിപാലിച്ചു. അവിടുത്തെ മഹിമ അനുപമം, കൃപ അപാരം. ഭക്തൻ്റെ ശിരസിൽ തൃക്കരം വെച്ച് അവിടുന്ന് അവരിലേക്ക് സ്വശക്തി പകർന്നു. അങ്ങനെ അവരുടെ ദുരിതങ്ങളെ ദഹിപ്പിച്ചു. നദി സമുദ്രത്തോട് ചേരുന്നതോടെ നദി ഇല്ലാതാകും, മാത്രമല്ല അത് സമുദ്രമായി മാറുകയും ചെയ്യും. അതുപോലെ തന്നരികിൽ വന്നവരെ തന്നോട് ചേർത്ത് തന്നിലുള്ളതെല്ലാം അവിടുന്ന് അവർക്കു നൽകി. അത്ര പ്രേമസ്വരൂപനായിരുന്നു സായിനാഥൻ. തന്നെ തേടിയെത്തിയവരെ അവിടുന്ന് പ്രേമ ആലിംഗനത്താൽ ഹൃദയത്തോട് ചേർത്തു. അവരിൽ നിന്നും ദ്വന്ദ്ഭാവം അകറ്റി അവരിൽ ശാന്തിയും ശക്തിയും പകർന്നു. സായിനാഥൻ മഹായോഗി. പക്ഷേ ഭക്തർക്കായി തിരികല്ലിൽ ധാന്യം പൊടിക്കാനും മടിച്ചില്ല. അതായിരുന്നല്ലോ ഈ ഗ്രന്ഥം എഴുതാനുണ്ടായ പ്രചോദനം. ഇത്തരം ദിവ്യമായ സായി ലീലകൾ എഴുതുന്നതിലൂടെ എൻ്റെ സമസ്ത പാപവും ഇല്ലാതാകും എന്നും എൻ്റെ മനസ്സിൽ ഉറപ്പായി. ഭക്തൻ്റെ കഥകൾ പാടുന്നവനെ ഭഗവാന് വലിയ ഇഷ്ടമാണ്. കാരണം ഭഗവാന്റെ കഥയും ഭക്തൻ്റെ കഥയും വ്യത്യസ്തമല്ല, രണ്ടും ഒന്നു തന്നെ. ഭക്തൻ്റെ കഥകൾ പാടുന്നവരെ ഭഗവാൻ സ്നേഹിക്കുന്നു. ഇക്കാര്യത്തിൽ സംശയമുള്ളവർ പ്രമാണത്തിനായി ഭവിഷ്യോത്തര പുരാണം പഠിക്കുക. ഈ ഹേമത് പന്ത് ഒരിക്കൽ കൂടി അക്കാര്യം ഉറപ്പിച്ച് പറയട്ടെ. ഞാനല്ല ഇത് എഴുതിയത്, എന്നിലൂടെ അവിടുന്ന് സ്വയം രചിച്ചവയാണിതെല്ലാം. ഞാൻ ആ തൃക്കരങ്ങളിലൊരു പാവം മാത്രം. അതുകൊണ്ട് ഇതിൻ്റെ കുറ്റവും കുറവും മേന്മയും സായിക്കുള്ളത് തന്നെ. സായി സത്യത്തിൽ പ്രേമം ഉടൽപൂണ്ടതാണ്. അമ്മ കുഞ്ഞിനെ എന്ന പോലെ ഭക്തൻ്റെ നന്മയ്ക്കായി അവിടുന്ന് ആവശ്യമുള്ളപ്പോൾ സഹായഹസ്തവും നീട്ടി ഓടി അണയുന്നു. സായീശ്വരനോടുള്ള കടപ്പാട് ഒരിക്കലും നമുക്ക് തീർക്കാനാവില്ല. ശരീരം കൊണ്ട് അവിടുന്ന് ശ്രദ്ധയിൽ തങ്ങിയെങ്കിലും അവിടുന്ന് ത്രിലോകങ്ങളിലും സദാ സന്നിഹിതനാണ്. ഇനി ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സായി ലീല കേൾക്കാം. ബാലാസാഹിബ് ദേവ് സായീശ്വരൻ്റെ പരമഭക്തന്മാരിൽ ഒരാൾ, ദൃഢവിശ്വാസി. അദ്ദേഹത്തിൻ്റെ അമ്മയും മഹാഭക്തയായിരുന്നു. മതപരമായ വ്രതങ്ങളും ആരാധനയും അവർ ചിട്ടയായി അനുഷ്ഠിക്കും. ഒരിക്കൽ ഈ അമ്മ 25ലേറെ വ്രതങ്ങൾ എല്ലാവരുടെയും നന്മയ്ക്കായി അനുഷ്ഠിച്ചു. ഈ വ്രതങ്ങളെല്ലാം പരിപൂർത്തി വരണമെങ്കിൽ പ്രസാദമൂട്ട് നടത്തണം. 100-200 ബ്രാഹ്മണർക്ക് പ്രസാദമൂട്ട് നടത്താനായി അവർ ദിവസം നിശ്ചയിച്ചു. അത്രയും പേരെ ക്ഷണിക്കുകയും ചെയ്തു. ദേവ് അതിനുശേഷം ബാബയ്ക്ക് കൊടുക്കാനായി സുഹൃത്തായ ജോഗിന് ഇങ്ങനെ കത്തെഴുതി: ബാബ, എൻ്റെ അപേക്ഷ സ്വീകരിക്കണേ. അവിടുന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കണേ. ഇല്ലെങ്കിൽ ഇത് പൂർണ്ണമാകില്ല. എന്നെ കൈവേടിയരുതേ. ഞാനൊരു പാവം സർക്കാർ ജീവനക്കാരൻ. എനിക്ക് അങ്ങോട്ട് വന്ന് ഇതൊന്നും ചെയ്യാനാകില്ലെന്നും അവിടത്തേക്ക് അറിയാമല്ലോ. അവിടുന്ന് അടിയൻ്റെ അപേക്ഷ സ്വീകരിക്കുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. അവിടുത്തെ പ്രതീക്ഷിക്കുന്നു. കത്ത് വായിച്ചു കേട്ടപ്പോൾ ബാബ അരുളി: പാവം, ശുദ്ധഹൃദയത്തോടെ എഴുതിയ വാക്കുകൾ. എന്നെ സ്മരിക്കുന്നവനെ ഞാനും സദാ സ്മരിച്ചു കൊണ്ടിരിക്കും. എനിക്ക് എവിടെയെങ്കിലും പോകാൻ ആരും തുണ വേണ്ട. കുതിരയോ തീവണ്ടിയോ വിമാനമോ ഒന്നും ആവശ്യമില്ല. ആരാണോ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും എന്നെ പ്രേമപൂർവ്വം വിളിക്കുന്നത്, അവരുടെ മുമ്പിൽ ആ നിമിഷം ഞാൻ പ്രത്യക്ഷപ്പെടും. വേഗം മറുപടി അയയ്ക്കുക. നമ്മൾ 3 പേരും പങ്കുകൊള്ളുമെന്ന് എഴുതൂ. അവൻ സന്തുഷ്ടനാകട്ടെ. ജോഗ് ഉടൻ തന്നെ ബാബ പറഞ്ഞ വിവരങ്ങൾ എഴുതി അയക്കുകയും ചെയ്തു. കത്ത് കിട്ടി. ദേവിന് ബഹുസന്തോഷമായി. ബാബയുടെ വാക്കുകൾ പാഴാവില്ലെന്നും വരുമെന്നും ആ വാക്ക് സത്യമായി തീരുമെന്നും ദേവിന് ഉറപ്പായിരുന്നു. പക്ഷേ ശ്രദ്ധ കൂടാതെ 3 ഇടങ്ങളിൽ മാത്രമേ സാധാരണ അവിടുന്ന് പോയിട്ടുള്ളൂ. അതും വളരെ അപൂർവമായി മാത്രം. രഹഡ, റൂയി, നിമഗോൺ. ഇവിടെയൊക്കെ 6 മാസം കൂടുമ്പോൾ ഒരിക്കൽ എങ്ങാനും പോയാൽ പോയി, അത്രമാത്രം. ഷിർഡിയിലായിരുന്നു അവിടുന്ന് സദാസമയവും. പിന്നെ അങ്ങനെ തൻ്റെ ഗൃഹത്തിൽ ദഹനുവിൽ വരും. പക്ഷെ സായി സർവ്വവ്യാപിയാണ്, പൂർണ്ണാവതാരമാണ്. ഇച്ഛിക്കുന്നിടത്തെല്ലാം പോകാൻ അവിടത്തേക്ക് കഴിയും. സത്യത്തിൽ സായി എങ്ങും പോകുന്നുമില്ല, വരുന്നുമില്ല. സദാ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഒന്നിന് എവിടേക്ക് പോകാനും വരാനും കഴിയും? ബാബയെ ക്ഷണിച്ച ആ ദിവസത്തിന് 1 മാസം മുമ്പ് ഒരു സന്യാസി ദഹനു സ്റ്റേഷൻ മാസ്റ്ററെ കാണാനായി വന്നു. ഗോക്കളെ പരിപാലിക്കുന്ന ഒരു സംഘടന തനിക്കുണ്ടെന്നും അതിനു വേണ്ടുന്ന സാമ്പത്തിക സഹായം തേടി ഇറങ്ങിയതുമാണെന്നാണ് സന്യാസി പറഞ്ഞത്. നഗരത്തിൽ പോയി ധനികരുമായി ബന്ധപ്പെടാനും അവർ സഹകരിക്കുമെന്നും സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു. മാത്രമല്ല, അധികാരി മാംലത്ദാർ അവിടെയുണ്ട്. അദ്ദേഹവുമായി പരിചയപ്പെട്ടാൽ സംഗതി എളുപ്പമാണെന്നും സ്റ്റേഷൻ മാസ്റ്റർ ഉപദേശിച്ചു. സ്റ്റേഷൻ മാസ്റ്റർ സന്യാസിയോട് ഇക്കാര്യങ്ങൾ പറയവേ കുതിരക്കുളമ്പടി കേട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ അധികാരി BV ദേവ് സ്റ്റേഷനകത്തേക്ക് വന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ സന്യാസിയോട് പറഞ്ഞു: ആവൂ, താങ്കൾ ഭാഗ്യവാൻ തന്നെ. അധികാരി ദാ എത്തിയിരിക്കുന്നു, പോയി കണ്ട് സംസാരിക്കൂ. സന്യാസി ദേവിനോട് തൻ്റെ ആഗമനോദ്ദേശം അറിയിച്ചു. താങ്കൾ ഈ താലൂക്കിൻ്റെ അധികാരിയാണല്ലോ.
ഞാനാകട്ടെ ഗോക്കളുടെ വിശപ്പകറ്റാൻ വാതിൽ തോറും ഭിക്ഷ തേടുന്ന സന്യാസിയും. താങ്കൾ സഹകരിച്ചാൽ എൻ്റെ പ്രവൃത്തി ഉറപ്പായും വിജയിക്കും. സന്യാസിയുടെ അപേക്ഷ കേട്ടുകഴിഞ്ഞപ്പോൾ ദേവ് പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ ഒരു പ്രത്യേക കാര്യത്തിനായി ധനശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ കുറച്ച് കഴിഞ്ഞ് വരൂ. 2-3 മാസം കഴിയട്ടെ. നമുക്ക് ആവശ്യത്തിനുള്ള ധനം ശേഖരിക്കാൻ ശ്രമിക്കാം. തൽക്കാലം അതിനായി ഇറങ്ങിയിട്ടും പ്രയോജനമില്ല. അതിനുശേഷം 1 മാസം കഴിഞ്ഞു. സന്യാസി ചടങ്ങ് നടക്കുന്ന ദിവസം രാവിലെ ഏകദേശം 10 മണിയോടെ ദേവിൻ്റെ ഗൃഹത്തിലെത്തി. ദേവിന് അദ്ദേഹത്തെ കണ്ടപ്പോഴേ പഴയ സന്യാസി എന്ന് മനസ്സിലായി. സന്യാസി പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. പക്ഷെ ദേവിനെ കണ്ടതും സന്യാസി പറഞ്ഞു, ഞാൻ ഇപ്പോൾ വന്നത് പണത്തിനല്ല, ഭക്ഷണമാണ് വേണ്ടത്. അത് കേട്ട് ദേവ് സന്തോഷത്തോടെ പറഞ്ഞു, വന്നാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പെട്ടെന്ന് സന്യാസി പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല, 2 ബാലന്മാരും കൂടെയുണ്ട്. വളരെ സന്തോഷം, അവരെ കൂടെ വിളിച്ചുകൊള്ളൂ. ദേവ് വളരെ സന്തോഷത്തോടെ പറഞ്ഞു. ആഹാരം കഴിക്കുന്നതിനുള്ള സമയമായിട്ടില്ലായിരുന്നു അപ്പോൾ. അതുകൊണ്ട് ദേവ് വിനയപൂർവ്വം പറഞ്ഞു, അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? അങ്ങയെ കൊണ്ടുവരാനായി ഞാൻ എങ്ങോട്ടാണ് ആളെ അയക്കേണ്ടത്? സന്യാസി പറഞ്ഞു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആഹാരം എപ്പോൾ തയ്യാറാകുമെന്ന് പറഞ്ഞോളൂ, ഞങ്ങൾ ആ സമയം ഇവിടെ എത്തിക്കോളാം. എങ്കിൽ ബാലന്മാരെയും കൂട്ടി 12 മണിക്ക് വന്നാലും അപ്പോഴേക്കും എല്ലാം തയ്യാറാകും. ഇവിടെ നിന്ന് ആഹാരം കഴിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ചാലും, അദ്ദേഹം വിനയപൂർവ്വം പറഞ്ഞു. സന്യാസി മടങ്ങി. കൃത്യം 12 മണിക്ക് തന്നെ ബാലന്മാരുമായി തിരിച്ചു വന്നു. അവർ ക്ഷണിക്കപ്പെട്ട് എത്തിയ മറ്റുള്ളവർക്കൊപ്പം ആഹാരം കഴിച്ചു. ആചാരപ്രകാരം ദേവ് എല്ലാവരെയും ഊട്ടി സംതൃപ്തരാക്കി. സന്തോഷത്തോടെ അതിഥികൾ മടങ്ങി. ദേവും സന്തുഷ്ടനായിരുന്നു, ഒരു കാര്യത്തിലൊഴികെ. ബാബ വന്നില്ലല്ലോ. ക്ഷണിക്കപ്പെടാതെ വന്ന സന്യാസി ബാബയെന്ന് കരുതാനും ദേവിൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. ഏതായാലും ചടങ്ങുകൾ കഴിഞ്ഞ് ദേവ് ജോഗിന് കത്തെഴുതി. ബാബ വരാത്തതിലെ സങ്കടവും വിഷമവും അതിൽ വിശദീകരിച്ചു. ആത്മാർത്ഥമായ തൻ്റെ ക്ഷണം അവിടുന്ന് സ്വീകരിക്കുകയും വരുമെന്ന് വാക്കു പറയുകയും ചെയ്തു. അവിടുത്തെ വചനങ്ങൾ ഒരിക്കലും അസത്യമാകില്ല. പക്ഷെ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇതൊക്കെയായിരുന്നു കത്തിലെ സാരം. കത്ത് ഷിർദിയിലെത്തി. ജോഗ് കത്ത് ബാബയെ വായിച്ചു കേൾപ്പിച്ചു. സർവജ്ഞനായ ബാബ പറഞ്ഞു, നീ കത്ത് വായിക്കുന്നതിന് മുമ്പേ എനിക്കതിൽ സാരം മനസ്സിലായി. അവൻ്റെ ചിന്തയും മനസ്സിലായി. ഞാൻ അവനെ വഞ്ചിച്ചു എന്നല്ലേ അവൻ പറയുന്നത്? കഷ്ടം. ഞാൻ അവിടെ ചെന്നു, പക്ഷെ അവൻ തിരിച്ചറിഞ്ഞില്ല. അങ്ങനെയുള്ളവൻ എന്തിനെന്നെ ക്ഷണിച്ചു എന്ന് ചോദിക്കൂ. ഞാൻ അവിടെ പോയി ഉച്ചഭക്ഷണം കഴിച്ചു. എനിക്കൊപ്പം 2 പേരും ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പോയി. രാവിലെ വന്ന സന്യാസിയെ ഓർക്കുന്നുവോ എന്ന് അവനോട് ചോദിക്കൂ. പിന്നീട് അന്ന് പറഞ്ഞ പോലെ 2 പേരോടുകൂടി ചെന്നില്ലേ എന്നും അന്വേഷിക്കൂ. അപ്രതീക്ഷിതമായി സന്യാസിയെ കണ്ടപ്പോൾ പണത്തിനായിരിക്കുമെന്ന് അവൻ കരുതി. പിന്നെ ആ സംശയം അവൻ ഞാൻ ദൂരീകരിച്ചു. ഞാൻ വാക്ക് പാലിക്കും. അതിനായി ജീവൻ ഉപേക്ഷിക്കാൻ വരെ തയ്യാർ. എൻ്റെ നാവിൽ നിന്നും അസത്യം വരില്ല. സായിശൻ്റെ വാക്കുകൾ കേട്ട് ജോഗ് ആനന്ദത്തിൽ മുഴുകിപ്പോയി. അവിടുത്തെ ഭക്തവാത്സല്യമോർത്ത് ജോഗ് കോരിത്തിരിച്ചു. ഉടൻ തന്നെ ഈ വിവരങ്ങളെല്ലാം വിശദീകരിച്ച് ദേവിന് കത്തെഴുതി. ദേവിന് കത്ത് കിട്ടി. അത് വായിച്ച് അദ്ദേഹം സന്തോഷത്താലും സങ്കടത്താലും വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. സായിശനെ കുറ്റപ്പെടുത്തിയതോർത്ത് ലജ്ജാഭാരത്താൽ തല പൊക്കാൻ പോലും വയ്യാതായി. അവതാരപുരുഷൻ്റെ പ്രവൃത്തികൾ, സംസാരം ഇന്ന വിധത്തിലായിരിക്കുമെന്ന് നാം കരുതുന്നത് മൗഢ്യം. അതെല്ലാം അവരുടെ സങ്കല്പത്തിനനുസരിച്ചേ സംഭവിക്കൂ. ആ തൃപ്പാദങ്ങളിൽ ശരണം തേടിയാൽ എല്ലാം മംഗളകരമായേ നടക്കൂ. ചിന്താമണി എന്ന രത്നം നാം ആവശ്യപ്പെടുന്നത് എന്തും നൽകും. കൽപ്പതരുവും നാം ചോദിക്കുന്നത് നൽകും. കാമധേനുവും നാം മോഹിക്കുന്നവയെ നൽകുന്നുള്ളൂ. പക്ഷേ ജഗദ്ഗുരു നാം ചിന്തിക്കാത്തത് പോലും നൽകും. ഏതു രൂപത്തിലും സായീശ്വരൻ നമുക്ക് മുന്നിൽ വരാം. ചിത്രം, വിഗ്രഹം, ഇങ്ങനെ ഏതു രൂപത്തിലും. സജ്ജനങ്ങളെ, എൻ്റെ ഒരു അനുഭവം തന്നെ കേൾക്കൂ. സായിലീലകൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നത് തന്നെയാണ് സംസാരസാഗരം തരണം ചെയ്യാനുള്ള എളുപ്പമാർഗം. 1917 ഫാൽഗുന മാസം പൗർണമിയാണ് അന്ന്. ഞാൻ ഉറങ്ങുകയായിരുന്നു. പുലർകാല വേളയിൽ എനിക്കൊരു സുന്ദര സ്വപ്നമുണ്ടായി. സായീശ്വരൻ സ്വപ്നത്തിൽ ദർശനം നൽകി. സന്യാസി വേഷം. അവിടുന്ന് അരുളി, ഞാൻ ഇന്ന് ഭക്ഷണത്തിന് നിൻ്റെ അടുത്ത് വരും. അതോടെ സ്വപ്നം തീർന്നു. ഞാൻ ഉണർന്നു. ചുറ്റും നോക്കി. ആരെയും കാണാനില്ല. കണ്ടത് സ്വപ്നം തന്നെയെന്ന് അപ്പോൾ ഉറപ്പായി. അത്ര വ്യക്തവും സ്പഷ്ടവുമായിരുന്നു ദർശനവും സംഭാഷണവും. ഉത്സവകാലമായതിനാൽ ഹോളി, കുറച്ച് ആഹാരം കൂടുതൽ കരുതണമെന്ന് ഞാൻ ഭാര്യയോട് പറഞ്ഞു. ഏതെങ്കിലും അതിഥികൾ ഉച്ചയ്ക്ക് വന്നാലോ? എൻ്റെ വാക്കുകൾ അവരിൽ ആകാംക്ഷ ജനിപ്പിച്ചു. അസത്യം എങ്ങനെ പറയും? സത്യം പറഞ്ഞാൽ പരിഹസിക്കപ്പെടാം. ഏതായാലും ഞാൻ സ്വപ്നം വിവരിച്ചു. ഭാര്യയ്ക്ക് അതൊട്ടും ബോധ്യമായില്ല. സായീശ്വരൻ ഷിർദിയിലെ സ്വാദിഷ്ടമായ ആഹാരം ഉപേക്ഷിച്ച് ഇത്ര ദൂരെ നമ്മുടെ രുചികരമല്ലാത്ത ഭക്ഷണം കഴിക്കാൻ വരുമെന്നോ? സായി നേരിട്ടായിരിക്കില്ല. ഒരുപക്ഷെ മറ്റേതെങ്കിലും രൂപത്തിലാകാം. നമുക്ക് ഏതായാലും ആഹാരം കരുതാം. അവിടുന്ന് ആരാണെങ്കിലും ആ വ്യക്തിയെ സായിയായി കരുതുക. അപ്പോൾ എൻ്റെ സ്വപ്നവും സത്യമായി ഭവിക്കും. ഞാൻ വിശദീകരിച്ചു. ഉച്ചയായി ഇലയിട്ടു.
എല്ലാവരും ഇരിക്കുന്നതിൻ്റെ മധ്യത്തിൽ ഒരു പീഠം സായിശ്വരനായി വെച്ചു. ചുറ്റിനും ഭംഗിയായി അലങ്കരിച്ചു. പിന്നെ ഇലയിട്ട് ആഹാരമെല്ലാം വിളമ്പി. എല്ലാവരും കാത്തിരുന്നു. അതിഥി വന്നില്ല. എൻ്റെ മനസ്സിലും സംശയം ജനിച്ചു. സ്വപ്നം വെറുതെയാകുമോ? കാത്തിരുന്ന് മടുത്തു തുടങ്ങി. ഒടുവിൽ ആഹാരം കഴിക്കാനായി തുടങ്ങി. ആ നിമിഷം കോവണിപ്പടിയിൽ കാലച്ചകൾ ഉയർന്നു. എല്ലാവരും ഒരു നിമിഷം സ്തബ്ധരായി. ഞാൻ വാതിൽ തുറന്നു. 2 പേർ കോവണിപ്പടിയിൽ. ഒരാൾ അലി മുഹമ്മദും മറ്റേത് മൗലാന ഇസ്മു മുജാവറും. ഞങ്ങൾ ആഹാരം കഴിക്കാനിരുന്നുവെന്ന് അവർക്ക് മനസ്സിലായി. ഊണ് കഴിക്കാനിരുന്നുവോ? ക്ഷമിക്കണേ, ഇത് താങ്കൾക്കുള്ളതാണ്. ഇത് സ്വീകരിച്ചിട്ട് ഊണ് കഴിച്ചോളൂ. അവർ ദിനപത്രത്തിൽ പൊതിഞ്ഞ ഒരു പൊതി എടുത്തയച്ചു. അതൊരു വലിയ ചിത്രമായിരുന്നു. ഞാൻ അത് നോക്കി. ഹാവൂ, വളരെ ഭംഗിയേറിയ ബാബയുടെ വലിയൊരു ചിത്രം. അത് കണ്ട് എൻ്റെ ശരീരം കുളിര് കോരിയിട്ടു. കണ്ണുകൾ നിറഞ്ഞു. ഞാനുടൻ ആ തൃപ്പാദത്തിൽ ശിരസ്സു ചേർത്തു. ഇതെങ്ങനെ കിട്ടി? ഞാൻ തിരക്കി. അതൊക്കെ പിന്നെ പറയാം. ഇതിൻ്റെ പുറകിലുള്ള അത്ഭുത സംഭവം പിന്നീട് ഞങ്ങൾ വന്ന് വിശദീകരിക്കാം. പോയി ശാന്തമായി ആഹാരം കഴിക്കൂ. ഇത്രയും പറഞ്ഞ് ചിത്രം നൽകിയ ശേഷം അവർ പോയി. ഞാൻ ആ ചിത്രം സായീശ്വരന് ഒരുക്കിയ പീഠത്തിൽ വെച്ചു. അങ്ങനെ ചിത്രരൂപത്തിൽ സായീശ്വരൻ എത്തിയത് കണ്ട് സ്വപ്നം സത്യമായതറിഞ്ഞ് എല്ലാവരും ആനന്ദതുന്തിലരായി. ആഹ്ലാദ തിരമാല ഹൃദയത്തെ മതിച്ചു. പിന്നീട് ആ ചിത്രം പൂജാമുറിയിൽ ആരാധനയ്ക്കായി വെച്ചു. അതിനുശേഷം എല്ലാ ഹോളി ഉത്സവത്തിനും അതിൽ വിധിപ്രകാരം പൂജയും ചെയ്തു വന്നു. ചിത്രം വന്നതിൻ്റെ പിന്നിലെ കഥ വിശദീകരിക്കാമെന്നേറ്റവർ അവരുടെ സന്ദർശനം ഓരോ കാരണം പറഞ്ഞ് മാറ്റിവെച്ചു. 9 വർഷം അങ്ങനെ കടന്നുപോയി. പിന്നീടൊരിക്കൽ അലി മുഹമ്മദിനെ വഴിയിൽ കണ്ടുമുട്ടി. ഞാൻ അദ്ദേഹത്തോട് ആ ചിത്രത്തെക്കുറിച്ചുള്ള വിവരം തിരക്കി. അന്ന് ആ ദിവസം വരുവാനുണ്ടായ കാര്യവും ചോദിച്ചു. ബാബാ ഭക്തനായ അലി അത്ഭുതകരമായ ആ സംഭവം വിവരിച്ചു. അത് കേട്ട് ഞാൻ സായി മഹിമയോർത്ത്, അവിടുത്തെ അചിന്ത്യമായ വൈഭവമോർത്ത് സ്തബ്ധനായി. എനിക്ക് ലഭിച്ച മഹാഭാഗ്യമോർത്ത് മിഴികൾ നനഞ്ഞു. അക്കഥ അവിടുന്ന് കൽപ്പിക്കും പോലെ അടുത്ത അധ്യായത്തിൽ വിവരിക്കാം. സായിശ്വരൻ്റെ തൃപ്പാദത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഹേമത് പാന്ത് അവിടുത്തെ ആശ്രയിക്കുന്നു. ആ തൃപ്പാദത്തിൽ ശരണം തേടിയവരെ സായി ഒരിക്കലും തള്ളിയകറ്റിയിട്ടില്ല. 40-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ.